ഹേ ഗൈസ്, ഇത് ഡാമേജ് റിസോൾവിൻ്റെ ഷോർട്ട് കട്ട് വീഡിയോയുടെ പാർട്ട് 1 ആണ്. സോ ആദ്യം തന്നെ നമ്മൾ ക്ലിപ്സ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് Ctrl+I നിൽക്കുക. സോ നമുക്ക് ഒരു വിൻഡോ കിട്ടി, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്ലിപ്സ് ഇമ്പോർട്ട് ചെയ്യാം. സോ ഷിഫ്റ്റ് സെലക്ട്, അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇടയിലുള്ള എല്ലാം സെലക്ട് ആവും. ആൻഡ് ക്ലിക്ക് ഓപ്പൺ. സോ ഇതെല്ലാം കയറി വന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് Ctrl+A നിൽക്കി കഴിഞ്ഞാൽ എല്ലാ ക്ലിപ്പും സെലക്ട് ആവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലിപ്സ് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാനായിട്ട് കൺട്രോൾ നോക്കിയിട്ട് ഇങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഞാനിതിൽ എടുത്തിട്ട് 2 ക്ലിപ്പ് ഇട്ടു. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇനി ഒരു ക്ലിപ്പ് കയറണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കേഴ്സർ വെച്ചിട്ട് എനിക്ക് ഈ ക്ലിപ്പാണ് കേട്ടിട്ടുണ്ടെങ്കിൽ സോ ഓബിയസ്ലി നമ്മൾ ഇത് ഷോർട്ട് കട്ട് ഇല്ലാതെ ചെയ്യുമ്പോൾ ഇത് നീക്കി വെച്ചിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ സ്പേസ് ഡിലീറ്റ് ചെയ്ത് കളയണം അല്ലേ. പക്ഷേ അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ഹെഡ് ഇതിൻ്റെ ഇടയിൽ വെക്കുക, ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് F9 നിൽക്കുക. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കയറി വരും, മറ്റേ ക്ലിപ്പ് നീങ്ങിപ്പോകും. ഇനി ഈ ക്ലിപ്പ് കട്ടായാലും കുഴപ്പമില്ല, നമ്മുടെ ഇത് നീങ്ങാൻ പാടില്ല. അല്ലാണ്ട് ഈ ക്ലിപ്പ് കട്ടായാലും കുഴപ്പമില്ല, ഈ ക്ലിപ്പിൻ്റെ മേളിൽ കൂടെ ഒരു ക്ലിപ്പ് വേണം. സോ മേളത്തെ ലെയർ അല്ല, ഈ ക്ലിപ്പിനെ കട്ട് ചെയ്തുകൊണ്ട് ഈ ക്ലിപ്പ് വരണമെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് F10 നോക്കി കഴിഞ്ഞാൽ ആ ക്ലിപ്പിനെ കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ക്ലിപ്പ് വന്നത്. ഓക്കെ, ഞാൻ Ctrl+Z ആക്കി, അൺഡു ആണ്. ഇനി Ctrl+Shift+Z റീഡു ആണ്. ഓക്കെ, ഞാൻ പിന്നെയും Ctrl+Z ആക്കി. ഇനി ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ F9 നോക്കി, അത് ഓക്കെയാണ്. ഇനി ഈ ഒരു ക്ലിപ്പ് ഇവിടെ വെച്ചിട്ട് നമുക്കിനി ഈ ഒരു ക്ലിപ്പിൻ്റെ മേളിലാണ് ഇനി അടുത്ത ക്ലിപ്പ് ഇടേണ്ടത്. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പാണെങ്കിൽ നമ്മൾ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് F12 നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പിൻ്റെ മേളിലായിട്ട് ആ ക്ലിപ്പ് വന്നു. ഓക്കെ, നമ്മൾ ഇട്ടില്ല, നമ്മൾ ജസ്റ്റ് ഷോർട്ട് കട്ട്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്ലിപ്പിന് പകരമായിട്ട് വേണം നമുക്ക് വേറൊരു ക്ലിപ്പ് വരാൻ. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ലെങ്ത്തേ ആ ക്ലിപ്പിന് വരാൻ പാടുള്ളൂ. ആ ക്ലിപ്പിന് ചിലപ്പോൾ ലെങ്ത്ത് കൂടുതലായിരിക്കും, പക്ഷേ ഈ ഒരു ക്ലിപ്പിൻ്റെ ലെങ്ത്തിലേ ആ ക്ലിപ്പ് വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യണ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ലെങ്ത്ത് കൂടിയ ക്ലിപ്പാണ് ഇതിനേക്കാളും. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നെക്കിയിട്ട് ഞാൻ F10 നെക്കി, കണ്ടോ ഇത്രയും ലെങ്ത്ത് ഉണ്ട് ആ ഒരു ക്ലിപ്പിന്. പക്ഷേ നമുക്ക് അത്രയും ലെങ്ത്ത് വേണ്ട, ഈ ഒരു ക്ലിപ്പിൻ്റെ ഇത്രയും ലെങ്ത്തിൽ അത് വരണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ F11 നെക്കി കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പിൻ്റെ ലെങ്ത്തിലോട്ട് ഇത് വരും. ഓക്കെ, അപ്പോൾ എത്ര വലിയ ക്ലിപ്പാണെങ്കിലും അതിൻ്റെ അപ്പുറത്തെ ക്ലിപ്പിൻ്റെ ലെങ്ത്തിലോട്ട് മാത്രമാണ് ഇത് എക്സ്പോർട്ട് ആവുള്ളൂ. അത്രേ ഉള്ളൂ. ഒരു ക്ലിപ്പിൻ്റെ സ്പീഡാണ് വേണം. അതിനായിട്ട് നമുക്ക് ഈ ക്ലിപ്പുകളൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചിട്ട് ഈ ക്ലിപ്പിൻ്റെ സ്പീഡാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+R നിൽക്കുക, ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരു പുതിയൊരു ബോക്സിൻ്റെ മേളിൽ വന്നില്ലേ, ആ ബോക്സിൻ്റെ അങ്ങോട്ട് കേഴ്സർ കൊണ്ടുപോകുമ്പോൾ വേറൊരു കേഴ്സറായി അല്ലേ. അത് വെച്ചിട്ട് നമ്മൾ വലിച്ച് നീട്ടുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയും, അതിനെ ചുരുക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ ഫുള്ള് ക്ലിപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്, നമ്മൾ ചുരുക്കുമ്പോഴും വലിക്കുമ്പോഴും അതിൻ്റെ സ്പീഡ് ആണ് വേരി ചെയ്യണത്. ഓക്കെ, കണ്ടോ ഫുള്ള് കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ 19% സ്പീഡിലാണ് കാണുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്ത് ചെയ്യണം, Ctrl+Alt+R നീക്കി കഴിഞ്ഞാൽ തിരിച്ചത് 100% വരും. ഇനി ഈ ഒരു നീങ്ങി കിടക്കുന്ന സാധനം ഒരുമിപ്പിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുത്തെ സ്പേസ് നോക്കിയിട്ട് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ക്ലോസ് ആവും ഗ്യാപ്പ്. ഇനി നമുക്ക് കേഴ്സർ എങ്ങനെയൊക്കെ മാറ്റാൻ നോക്കാം. നമുക്ക് B നോക്കി കഴിഞ്ഞാൽ ബ്ലേഡാണ് കിട്ടുക, കണ്ടോ. ഇനി T നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രിമ്മാണ് കിട്ടുക. ഇപ്പോൾ ട്രിമ്മിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണതും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ട്രിമ്മിൽ വരാം. ഇനി തിരിച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൗസിൻ്റെ പോയിൻ്റർ കിട്ടി. ഇനി ഈ ചുരുങ്ങി കിടക്കുന്ന ക്ലിപ്പ് ഒരു ഇപ്പം എത്ര വലിയ ടൈം ലൈനാണെങ്കിലും ഈ ചുരുങ്ങി കിടക്കുന്ന ഒരു സംഭവം നമുക്ക് കൃത്യമായിട്ട് ഫില്ലാക്കാനായിട്ട്, നമ്മുടെ ടൈം ലൈനിൽ ഫില്ലാക്കാനായിട്ട് Shift+Z ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലൈനിൽ ഫില്ലാവും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ സാധനങ്ങൾ ടൈം ലൈനിൽ ഉണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം വന്നിട്ട് ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് വന്നിങ്ങനെ നിൽക്കും. അതാണ് Shift+C. ഇനി നമുക്ക് പല വിധത്തിൽ നമുക്ക് ക്ലിപ്സുകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. അതിന് മെയിനായിട്ട് 2 ഷോർട്ട് കട്ടാണുള്ളത്. നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമുക്ക് Ctrl+B എന്നൊക്കെ കഴിഞ്ഞാൽ കട്ട് ചെയ്യുക. അപ്പോൾ B ബ്ലേഡ് എന്ന് പറഞ്ഞ് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക് എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് Ctrl+/ ഇല്ലേ, അത് നോക്കി കഴിഞ്ഞാലും ഈ ബീൻ്റെ പോലെ തന്നെ കട്ടാവും. നമ്മൾ കട്ട് ചെയ്തു അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനത്തെ ക്ലിപ്സൊക്കെ നമുക്ക് ട്രാൻസിഷൻ കൊടുക്കണം. അപ്പോൾ ഓരോന്നായിട്ടാണ് നമുക്ക് എല്ലാത്തിനും ട്രാൻസിഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, Ctrl+A നോക്കിയിട്ട് എല്ലാം സെലക്ട് ചെയ്യും, Ctrl+T നോക്കിയിട്ട് ട്രാൻസിഷൻ ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ട്രിം ക്ലിപ്സ് നോക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ട്രാൻസിഷൻ ആഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉള്ളത് ബ്ലറിൻ്റെ ട്രാൻസിഷനാണ്. നമുക്ക് വേറൊരു ട്രാൻസിഷൻ കൊടുക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എഫക്ട്സ് പാനലിൽ പോവുക,
വീഡിയോ ട്രാൻസിഷൻ്റെ ഉള്ളിൽ ബ്ലറിൻ്റെ അവിടെയാണ് ഈ റെഡ് മാർക്കുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റാം. സോ നമുക്ക് ഇനി ക്രോസ് ഡിസോൾവ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ക്രോസ് ഡിസോൾവ് കൊടുക്കാനായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് സ്റ്റാൻഡേർഡ് ട്രാൻസിഷൻ കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ റെഡ് മാർക്ക് ക്രോസ് ഡിസോൾവോട്ടായി. ഇനി നമുക്കിത് Ctrl+Z ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രാൻസിഷൻ കളഞ്ഞ് എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ആഡ് ചെയ്യണം. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്രോസ് ഡിസോൾവ് ആയിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ട്രാൻസിഷൻ. ഇനി നമ്മുടെ പ്ലേ ഹെഡിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാം. JKL അതാണ് നമ്മളെ എന്താ പറയുക ബാക്ക്വേർഡ്, പോസ്, ഫോർവേഡ്. സോ എൽ നോക്കിക്കഴിഞ്ഞാൽ ഫോർവേഡ് ആയിട്ട് നമ്മുടെ പ്ലേ ഹെഡ് നീങ്ങും. ഒരു പ്രാവശ്യം കൊണ്ട് എൽ നോക്കിക്കഴിഞ്ഞാൽ 2 ടൈംസ് സ്പീഡ്, പിന്നെ 4 ടൈംസ് സ്പീഡ്, പിന്നെ 8 ടൈംസ് സ്പീഡ് അങ്ങനെ പോകും. കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ജെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകും, ഇങ്ങനെ റിവേഴ്സായിട്ട് പ്ലേ ആവും. ഇനി ഒരു പ്രാവശ്യം കൂടി കെ നോക്കിക്കഴിഞ്ഞാൽ 2x റിവേഴ്സ് പോവും, പിന്നെ 4x റിവേഴ്സ് പോവും, പിന്നെ 8x റിവേഴ്സ് പോവും അങ്ങനെ. ഓക്കെ, സോ കെ